ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ യാഫ് ടോക്സ്. നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ അത് ഇന്ത്യയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളും യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചാൽ അത് ഫോൺ പേ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ഫോൺ പേ വഴിയാണ് ഇപ്പോൾ നടക്കാറുള്ളത്. ഓക്കെ, മലയാളികൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ പേ ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫോൺ പേയിൽ വന്നിട്ടുള്ള പുതിയ കുറച്ച് അപ്ഡേറ്റ്സുകൾ നമുക്ക് എന്താണ് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ബാഡ് അപ്ഡേറ്റും ഉണ്ട്, എന്നാൽ ഗുഡ് അപ്ഡേറ്റുകളും ഉണ്ട്. ഓക്കെ, അപ്പം എന്താണ് ഈ അപ്ഡേറ്റുകളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ ഇൻസ്റ്റ ID പ്രൊവൈഡ് ചെയ്യുന്നതിന്, സോ അതിൽ മെസ്സേജ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, വീഡിയോക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഫോൺ പേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് നൽകുന്നുണ്ട്. സോ നിങ്ങളത് ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. സോ നിങ്ങളുടെ മൊബൈൽ നമ്പറും OTP കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. സോ നിലവിൽ നിങ്ങൾ ഫോൺ പേ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് എന്ന് കാണാൻ സാധിക്കും. സോ നിങ്ങൾ അപ്ഡേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ മെയിൻ ഇൻ്റർഫേസ് ഈ ഒരു രീതിയാണ്. സോ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ബാഡ് അപ്ഡേറ്റ് ഞാൻ പറയാം. ഓക്കെ, അതിനുശേഷം ഒരു ഗുഡ് അപ്ഡേറ്റിലേക്ക് നമുക്ക് കടക്കാം. സോ നിങ്ങൾ ഇവിടെ നിങ്ങളെ മെയിൻ ഇൻ്റർവ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലായിട്ട് ഒരു QR കോഡ് സ്കാനറിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. സോ നിങ്ങൾ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു പേജായിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഗാലറീൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ഇത് മെയിൻലി ബാഡ് ആകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ ഗാലറിയിൽ നിന്ന് ഒരു QR കോഡ് അപ്ലോഡ് ചെയ്തിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നതായിരിക്കും. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനൊരു QR കോഡ് ഇവിടെ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഞാനിവിടെ ഒരു 5,000 റുപ്പീസ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ അയക്കാമെന്ന് വിചാരിക്കും. സോ ഞാനിവിടെ 5,000 രൂപ എൻ്റർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ 5,000 രൂപ എൻ്റർ ചെയ്തു. അതിനുശേഷം എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ സോ അത് കൊടുക്കാം. താഴെ നിങ്ങൾക്ക് പ്രൊസീഡ് ടു പേ എന്ന് കാണാൻ സാധിക്കും. സോ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ബാങ്ക് ഏതാ ചൂസ് ചെയ്യാൻ പറയും. സോ ഞാനൊരു ബാങ്ക് ചൂസ് ചെയ്യുന്നുണ്ട്. സോ അതിനുശേഷം പേ 5,000 കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു മെസ്സേജാണ് വരുന്നത്. യു ക്യാൻ പേ അപ് ടു 2,000 with QR code via gallery. For more, pay with mobile number or scan QR code. സോ നമ്മൾ ഒരു ഫിസിക്കലായിട്ട് ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ സമയത്ത് നിങ്ങൾക്ക് എമൗണ്ട് എത്ര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഗാലറിയിൽ നിന്ന് ഒരു QR കോഡ് അപ്ലോഡ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 2,000 രൂപ വരെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ നിങ്ങൾ ഇപ്പോൾ ഇത് ആർക്കാ ബാഡ് ആവുമെന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പമ്പിൽ പോയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പെട്രോളും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾ ഫ്രണ്ടിനോട് ഞാൻ ഗൂഗിൾ പേയുടെ QR കോഡ് അയച്ചു തരാം, സോ നീ അതുവഴി എന്ത് ചെയ്യാം, നീ ഇതിലേക്കൊന്ന് പേയ്മെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചില സാഹചര്യങ്ങൾ വരാറുണ്ട്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിലൊക്കെ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകും. കാരണം നമ്മൾ 5,000 രൂപയ്ക്ക് പെട്രോൾ കാര്യങ്ങളൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നല്ല വലിയ കാറുകൾക്ക് പെട്രോൾ കാര്യങ്ങൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവിടെ ബുദ്ധിമുട്ടായി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ബാഡ് അപ്ഡേറ്റ്സ് ഉണ്ട്. സോ അടുത്തൊരു ഫണി ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്, ഗുഡ് അപ്ഡേറ്റ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു മൊബൈൽ നമ്പറിൻ്റെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് സ്പ്ലിറ്റ് എക്സ്പെൻസ് എന്ന് കാണാൻ സാധിക്കും. ഇതറിയാത്ത പല വ്യക്തികളുണ്ട് കേട്ടോ ഈ ഫോൺ പേ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന. സോ നിങ്ങൾ ആ ട്രെയിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറൻറ്റ്ലി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ പോയി, നമ്മളെ ഫ്രണ്ട്സിനോട് കൂടി നമ്മൾ 4-5 ആളുകളുണ്ട് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു വ്യക്തിയാണ് അത് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഞാനിവിടെ ആരൊക്കെയാണ് പോയിട്ടുള്ളത് അവരൊക്കെ നമ്മൾ എന്തില്ല അതിലേക്ക് ഒരു ഗ്രൂപ്പായിട്ട് ആഡ് ചെയ്യുക. സോ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു 4 മെമ്പേഴ്സിന് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തിട്ട് അതിനൊക്കെ ഒരു നെയിം കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഫുഡീസ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ട് ഒരു നെയിം ഇവിടെ കൊടുക്കുന്നു. അതിനായിട്ട് നിങ്ങൾക്കൊരു പ്രൊഫൈൽ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. പ്രൊഫൈൽ ഐക്കൺ ആ ഒരു ക്യാമറയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഞാനിവിടെ ഫുഡീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ശേഷം നിങ്ങൾ ആ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് നെയിം ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി.
അപ്പോൾ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് നെയിം കൊടുത്തു നോക്കൂ. ഇനിയിപ്പം നമ്മൾ വേറൊരു ഫ്രണ്ട്സിൻ്റെ കൂടെയാണെങ്കിൽ അവരോട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. സോ ഇതിൻ്റെയൊക്കെ യൂസ്ഫുൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തു. സോ നമ്മൾ അവിടെ ടോട്ടലായിട്ട് എമൗണ്ട് ഇപ്പോൾ ഞാൻ ഞങ്ങൾ 4 ആളുകൾ ബിരിയാണിയാണ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിവിടെ ഒരു 700 രൂപ ഞാൻ ടോട്ടൽ എമൗണ്ട് ഞാനാണ് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഞാനിവിടെ 700 രൂപ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ടോട്ടൽ എമൗണ്ട് എത്രയാണോ അത് എൻ്റർ ചെയ്യുക. അതിനുശേഷം എന്തിനാണോ നമ്മൾ എക്സ്പെൻസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ എന്ന് എഴുതി കൊടുക്കുക. ഞാൻ ബിരിയാണി അത് നമ്മൾ കഴിച്ചു. സോ ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് പെയ്ഡ് ബൈ യു, അപ്പോൾ ഞാനാണ് ഇവിടെ പേ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആരാണോ പെയ്ഡ് അവർക്ക് നിങ്ങൾക്ക് ഇവിടെ സ്വിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഓക്കെ, അപ്പോൾ ഞാൻ തന്നെയാണ് ഇവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് താഴത്തായിട്ട് ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പേജ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ആളുകളും 140 രൂപ വെച്ചിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് ഇനി കൊടുക്കേണ്ടത്. സോ ഇവിടെ നിങ്ങൾക്ക് ഷെയറിൻ്റെ ഓപ്ഷനിലും അതുപോലെ തന്നെ പെർസെൻറ്റേജും കാണാൻ സാധിക്കും. ഓരോ ആളുകൾ 20% വെച്ചിട്ടാണ് എക്സ്പെൻസീവ് വന്നിട്ടുള്ളത് ഈ ഒരു ബിരിയാണി നമ്മൾ കഴിച്ചതിന്. ഓക്കെ, ഞാനൊരു ഉദാഹരണം പറയാം കേട്ടോ. അപ്പോൾ ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സക്സസ് എന്ന് പറഞ്ഞിട്ടൊരു പോപ്പപ്പ് മെസ്സേജ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് ടോട്ടൽ യു ഗെറ്റ് ബാക്ക് 560 രൂപ. സോ ഈ 700 രൂപയുള്ളതിൽ 140 രൂപ എൻ്റെ ക്യാഷാണ്. സോ എൻ്റെ ക്യാഷ് ഒഴിച്ച് കഴിഞ്ഞാൽ 560 രൂപ എനിക്ക് കിട്ടാനുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും നമ്മുടെ ബാലൻസിൽ നമുക്ക് ലഭിക്കാനുള്ള എമൗണ്ടുകളാണ് ഇത്. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെൻസീവ് വന്നിട്ടുള്ളത് 560 രൂപ. ഓക്കെ, ഇപ്പോൾ ഈ ഞാൻ ചെയ്ത ഈ ഒരു ഇത് അവരുടെ മൊബൈൽ നമ്പറിലേക്കൊക്കെ ഒരു റിക്വസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. സോ ആ റിക്വസ്റ്റായി പോയതിൽ ആ റിക്വസ്റ്റ് മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ സ്ക്രീൻ സൈഡിൽ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് പേ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് അവരൊക്കെ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആ ഒരു എമൗണ്ട് നമ്മൾ എമൗണ്ട് ഒന്നും എൻ്റർ ചെയ്യാതെ തന്നെ അവർക്ക് ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ടുള്ള, കാരണം അവർ നമുക്ക് പേയ്മെൻറ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും അവരോട്. കാരണം നമുക്ക് കിട്ടാനുള്ള ഒരു എമൗണ്ടാണ്. സോ നമ്മളാണ് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഓപ്ഷനിൽ ഫോൺ പേ കൊണ്ടുവന്നു. ഇത് ഗൂഗിൾ പേയിലൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഓപ്ഷൻ. സോ ഫോൺ പേയിൽ വന്നിട്ടുള്ള ഒരു മാറ്റം ഞാൻ നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി തരിക എന്നുള്ളതുള്ളൂ. ഓക്കെ, അപ്പോൾ മറ്റുള്ള ഫുഡ് കഴിക്കാനുള്ള മറ്റുള്ള എന്തൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു മെത്തേഡ് സ്വീകരിക്കാവുന്നതാണ്. സോ അപ്പോൾ വീഡിയോ എന്തായാലും ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുന്നു. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് for watching.